അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ താജ്മഹലിൽ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. എവിടെ പോയി എൻ്റെ പുതിയാപ്പിള? എൻ്റെ ഇവരെന്താ വിളിക്കാം? കുഞ്ഞിപ്പിയാപ്പിള. ആൻഡ് പൊന്നു നമ്മൾ പുതിയ പെണ്ണ്. പൊന്നു ഡ്രസ്സ് നോക്കട്ടെ. നൈസ്. ആഹാ, നമ്മൾ ഓഫാക്കി. എന്നാൽ ഓക്കെ, ബാക്കി പോകാൻ കാണാം ഇൻഷാ അല്ലാ. അങ്ങനെ ഇതാ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആഗ്രയിലെത്തി. ഇതാ ഇനി താജ്മഹലിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മൾ കാറെടുത്തത് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു റിക്ഷ എടുക്കുകയാണ് ചെയ്തത്. കാരണം പാർക്കിങ്ങിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു. രസമുണ്ട് ബൈക്ക് കാണാനല്ലേ. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു റിക്ഷയിലേക്കാ നമ്മളെ താജ്മഹൽ കാണാൻ പോകുന്നത്. നമ്മളിങ്ങനെ നടന്നിട്ട് പോവാ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ ഓവർ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. So excited to see. Yeah, a world wonder, second one. The rest of the thing I explain you inside. First of all, I want to tell you about the rules for the photo. എന്താ അറിയില്ല, അവിടെ എത്തിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഒരുതരം വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഇതാ മാഷാ അല്ലാ നമ്മൾ താജ്മഹൽ കണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവില്ലേ, ചെറുതിലേ കേൾക്കുകയല്ലേ താജ്മഹൽ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ താജ്മഹലിന്റെ ഫ്രണ്ടിൽ ഞാനും ഉണ്ട് നമ്മളെ പരിപാടി. ശരിക്കും പറഞ്ഞാൽ ആദ്യം കണ്ട എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് നേരം നമ്മളിങ്ങനെ താജ്മഹൽ നോക്കി നിന്ന് പോയി. പിന്നെ അതിനുശേഷം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വേഗം അതൊക്കെ ചെയ്തു. ഇതാ ഈ കാണുന്നതാണ് യമുന നദി. ആക്ച്വലി ഈ ഏത് സൈഡിലാണെന്ന് അറിയില്ല, ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ കണ്ടിരുന്നു, പക്ഷെ നമ്മളവിടെ പോയപ്പോൾ ഒന്നും കണ്ടിരുന്നില്ല. അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ടു. ഷാന്റെ ഒപ്പീനിയൻ എന്താ? It was as I expected. Very good. Super beautiful. Amazing. Strong love. ശരിക്കും ഞാൻ ഇത്ര എൻ്റെ മനസ്സിലുള്ള പോലെ തന്നെ ഉണ്ട് മാഷാ അല്ലാ. അപ്പോ ഒരു വേറെ വിശേഷങ്ങളുമായി വരുന്നത് വരെ There's still more to see now, bro. നമ്മൾ ഈ ബായി പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ താജ്മഹൽ നോക്കിയിട്ട് കുറച്ച് സമയം വീണ്ടും നിൽക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു സ്ട്രോങ് ലവ് സ്റ്റോറി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ശരിക്കും അവിടെ പോയ പക്ഷെ വേറൊന്നുമില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്. ഇത്രയൊക്കെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും. അത് ശരിക്കും അവിടെ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുശേഷം പിന്നെ നമ്മൾ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഇപ്പം നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ഈ താജ്മഹലിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്ലസ് ഗൈഡാണ് എടുത്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് ആക്ച്വലി ഇവരുടെ പഴയ തലമുറകളാണ്, അതായത് പണ്ട് താജ്മഹലിൻ്റെ കൊത്തുപണികൾ ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ, അവരെന്തൊക്കെയാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവരാണ് ഷെയ്ഖ് സായദ് മോസ്കിലൊക്കെ ചെയ്തിട്ടുള്ളത്, ഇവിടെ അബുദാബിയിലുള്ളത്. സംഭവം അടിപൊളിയായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് ഇങ്ങോട്ട് ദുബായിൽ ഇപ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് മാർബിളുള്ള ഒരു ചെറിയ, അതായത് കുഞ്ഞി മാർബിൾ കൊത്തിവെച്ച ഒരു താജ്മഹൽ വാങ്ങി. 45,000. Do you want to miss ship or do you want to carry? നമ്മൾ ആഗ്ര ഫോർട്ടിൽ എത്തിയിരിക്കുക. Imagine living here. It's so big. It's only a small area. Other all areas, army. ഷാനിപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആഗ്ര ഫോർട്ടിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്കിപ്പോൾ ഈ വിസിറ്റേഴ്സിന് ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കി മൊത്തം സ്റ്റിൽ അണ്ടർ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ആർമി. അപ്പോൾ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് നമുക്ക് പക്ഷേ മെയിൻ ഭാഗങ്ങളൊക്കെ, അതായത് നമുക്ക് ഷാജഹാൻ്റെ മുംതാസിൻ്റെ ഒക്കെ ബെഡ്റൂംസ്, പിന്നെ അവരുടെ ഡോട്ടേഴ്സിൻ്റെ, അതൊക്കെ നമുക്ക് വിസിറ്റേഴ്സിന് ഓപ്പൺ ആണ്.
ആക്ച്വലി ഗൈഡ് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ആക്ച്വലി താജ്മഹൽ പോലെ തന്നെ സെയിം ഒരു ബ്ലാക്ക് കളറിൽ ഉണ്ടാക്കാനും ഷാജഹാൻ ചക്രവർത്തി ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ടൈമാണ് മകൻ ഔറംഗസീബ് ഷാജഹാനെ ഹൗസ് അറസ്റ്റിലൊക്കെ അടച്ചത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഷാജഹാൻ ചക്രവർത്തി ഇങ്ങനെ താജ്മഹൽ നോക്കിക്കൊണ്ടിരുന്നത്. Walking stick looking the Taj Mahal. So that view is same as it is. The artist made, but as it is we can see. Here river was up to here. Now river is far. The black plan was other side. This spot somewhere we can see. ഷാജഹാന്റെ റൂമാണ്. അപ്പോൾ ഇത് പറയപ്പെടുന്നത് മൊത്തം ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ അതൊക്കെ എടുത്തു കൊണ്ടുപോയി. ഈവൻ താജ്മഹലും അങ്ങനെ തന്നെ സംഭവിച്ചത്. അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും, നേരിട്ട് അവരെടുത്ത് പറിച്ചു കൊണ്ടുപോയത്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ 2 പെൺകുട്ടികളുടെ റൂം. അങ്ങനെ നമ്മൾ ആഗ്ര പാലസും കഴിഞ്ഞിട്ട് ഇറങ്ങി. ഒരു മണിച്ചിത്രത്താഴിലെ ശോഭനെ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. Look, come on, imagine being a princess here. ഇന്ന് പൊന്നുന്റെ ഡ്രീമിലതാ. I know. I many times dreamed that I was born into a royal family and Mama was a queen and all. പിന്നെ നമ്മൾ ഇങ്ങനെ ഗൈഡിൻ്റെ കൂടെ പോകുമ്പോൾ അവരിങ്ങനെയുള്ള ചെറിയ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുമല്ലോ. ഇത് ലെതറായി, അതായത് ഒറിജിനൽ ലെതർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബെൽസ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ വാലറ്റ്സ്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ തന്നൂക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഇങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ, അവരുടെ കുറേ ഫേമസ് ആയ കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ട്. അതും ഞങ്ങൾ വാങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കഴിഞ്ഞ് നാളെ ഏർലി മോർണിംഗ് നമ്മൾ ദുബായിക്ക് വരികയാണ്. അപ്പോൾ പിന്നെ ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഡൽഹിയിലേക്ക്. ഇതാണ് അക്ഷർധാം ടെമ്പിൾ. ആക്ച്വലി നമ്മളവിടെ തിരിച്ചു പോകുമ്പോൾ കയറാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അപ്പോഴേക്കും ക്ലോസ്ഡായി. പിന്നെ നമ്മൾ ഒരു ഷോപ്പിംഗ് മോളിൽ പോയി, അതായത് മോൾ ഓഫ് ഇന്ത്യ, DLF മോൾ ഓഫ് ഇന്ത്യ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളിൽ ഇങ്ങനെ കറങ്ങാണ്. എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഇവിടെ. നമ്മൾ നാൻഡോസിന് വന്നിരിക്കുകയാണ്. ഇതാണ് ചിക്കൻ വിങ്സ്. ഇങ്ങനത്തെ വലുതൊന്നും നമ്മൾ തിന്ന് ഓർമ്മ. അർമേനിയ നാട്ടോ, അർമേനിയ അല്ല, It's a Portuguese donut. ഇങ്ങനെയല്ല ശരിക്കും, അതിങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മെട്രോയിൽ കയറാൻ പോവാം. മെട്രോ സ്റ്റേഷൻ. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലുള്ള എത്ര മിനിറ്റ് ഉണ്ടാവും തരുന്നൊക്കെ ഇവിടുന്ന് റൈഡ്? 30 minutes. Do you remember the China? From Sector 18 to Rajiv Chowk. It gives me reminders of the bullet train. I don't know, it reminds me of the bullet train. You know the New York one? ആക്ച്വലി അന്ന് നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങിയതാ. അങ്ങനെ റൂമിലേക്ക് തിരിച്ചു പോവാം, കാരണം പിറ്റേന്ന് നമ്മൾ ദുബായിക്ക് പോവാം. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്നും ബൈ ബൈ. ബൈ. അങ്ങനെ കുറച്ച് നല്ല ഓർമ്മകളുമായി വീണ്ടും തിരിച്ചു പോവാണ്. എല്ലാ യാത്രകളിലും ആഗ്രഹിക്കാറുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളും രാജ്യങ്ങളും ഒക്കെ കാണാൻ പറ്റട്ടെ എന്ന്.
അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടെത്തി. ഏർലി മോർണിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നില്ല. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കുക. ഇതാ ഡൽഹി എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഈ സൺറൈസ് കണ്ടേ. അങ്ങനെ കുറച്ച് അതൊക്കെ നോക്കിയിരുന്നു, വെറുതെ നമ്മൾ ടൈം പാസ് ആവണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൽഹി യാത്രയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാ പുതിയൊരു വിശേഷങ്ങളുമായി വരുന്നത് വരെ Masalama.